കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് അല്പസമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വേദപുസ്തകത്തിലെ പഴയ നിയമം അഥവാ ന്യായപ്രമാണം അതനുസരിക്കാൻ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും സാധ്യമല്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ചുരുക്കമായി പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമത് അതിൻ്റെ കാരണത്തെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായിത്തീരുന്നു. അപ്പോൾ ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കാൻ ഒരുത്തൻ തയ്യാറായി കഴിഞ്ഞാൽ, ഒരു കാര്യത്തിൽ അവൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവൻ ന്യായപ്രമാണം മുഴുവൻ ലംഘിക്കുന്നവനായി തീരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള കൽപ്പന അനുസരിച്ചിട്ട് കുല ചെയ്യരുത് എന്നുള്ള കൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ ആ അനുസരിച്ച കൽപ്പന പോലും അനുസരിക്കാത്തതായി ദൈവം കണക്കിടും എന്നുള്ളതാണ്. അപ്പോൾ ഒരുത്തൻ ന്യായപ്രമാണത്തിൽ ഒരു കൽപ്പന തെറ്റിച്ചു കഴിഞ്ഞാൽ അവൻ ന്യായപ്രമാണം മുഴുവൻ തെറ്റിച്ചതായിട്ടാണ് കണക്കിടുന്നത്. ഒരു കൽപ്പന അനുസരിച്ച് കഴിഞ്ഞാൽ അവൻ മുഴുവൻ അനുസരിച്ചതായിട്ട് ദൈവം കണക്കിടുന്നില്ല. യാക്കോബ് 4-ാം അധ്യായത്തിൽ യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ഒരു സഹോദരനെ ദുഷിക്കാൻ പാടില്ല. അങ്ങനെ ദുഷിക്കുകയാണെങ്കിൽ അവൻ ന്യായപ്രമാണത്തെ ലംഘിക്കുന്നവനാണ്. അപ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്നത് മോശ വഴി ദൈവം ഇസ്രായേലിന് കൊടുത്ത പ്രമാണമാണ്. ആ പ്രമാണം ദൈവം കൊടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേൽ ജനം, അതായത് ദൈവത്തിൻ്റെ ജനം, സന്മാർഗപരമായും സദാചാരപരമായും ദൈവിക മാർഗത്തിലൂടെ സഞ്ചരിക്കേണ്ടതിന് വേണ്ടി ദൈവം നൽകിയ പ്രമാണമാണത്. പക്ഷെ ആ പ്രമാണം അനുസരിക്കുവാനായിട്ട് ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനിന്യനാണെന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അദ്ദേഹം പറയുകയാണ്, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ പ്രകാരം ന്യായപ്രമാണം സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ മരിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ന്യായപ്രമാണം എന്ന് പറയുന്ന ആ പ്രമാണം ദൈവം കൊടുത്തിട്ട് ആ പ്രമാണം എന്താണ് പ്രവർത്തിച്ചതെന്നറിയാമോ? ഏതൊരു മനുഷ്യനും പാപിയാണെന്നും ആ പാപിയായ മനുഷ്യന് ശിക്ഷയുണ്ടെന്നും, അല്ലെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷയായ മരണം നീ അനുഭവിക്കേണ്ടവനാണെന്നും അവൻ്റെ മനസാക്ഷിയെ ഉണർത്തുന്ന പ്രമാണമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. അത് ഞാൻ ഒരാവർത്തി കൂടി പറയാം. ന്യായപ്രമാണം ദൈവം നൽകിയത് മനുഷ്യൻ ആ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് മനുഷ്യൻ പാപിയാണെന്നും ആ പാപത്തിന് ശിക്ഷയായിട്ട് അവൻ മരണത്തിന് അർഹനാണെന്നും അവൻ്റെ മനസാക്ഷിയിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവൻ കുറ്റക്കാരനാണെന്ന് വിധിക്കുവാൻ വെച്ചുകൊണ്ട് അവൻ്റെ മനസാക്ഷിയെ ഉണർത്തുന്ന പ്രമാണമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ആ ന്യായപ്രമാണത്തിന് ഒരു മനുഷ്യനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനോ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള സഹായം ചെയ്യുവാനോ കഴിയുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അതിനെ റോമാലേഖനത്തിൽ പറയുന്നത് അതൊരു മരണത്തിൻ്റെ പ്രമാണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മരണത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നതെന്നറിയാവൂ? ആ പ്രമാണം അനുസരിക്കാത്ത ഏതൊരുത്തനും മരണമുണ്ടെന്നുള്ളതാണ്, മരണത്തിന് അർഹരാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ മരണത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമായ ഈ ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും സാധ്യമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. അപ്പം ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയുകയില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. മറിച്ച് അദ്ദേഹം പറയുന്നത് 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല, മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു.
അപ്പോൾ ന്യായപ്രമാണം കൂടാതെ പാപം നിർജ്ജീവമാകുന്നു. അപ്പോൾ പാപം എന്താണെന്നും പാപിയായ മനുഷ്യന് ലഭിക്കുന്ന ശിക്ഷ എന്താണെന്നും വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ന്യായപ്രമാണ പുസ്തകം അഥവാ നിയമപുസ്തകം എന്ന് പറയുന്നത്. അതിനെ അനുസരിക്കുവാൻ, ന്യായപ്രമാണത്തെ അനുസരിക്കുവാനായിട്ട് മനുഷ്യന് കഴിയാത്തതിൻ്റെ കാരണം മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. കാരണം ഈ ജഡം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറുള്ള ജഡമല്ല മനുഷ്യനുള്ളത്. ദൈവിക കാര്യങ്ങളിൽ അഥവാ നന്മ പ്രവർത്തിക്കുവാനായിട്ട് കഴിയാതെ വണ്ണം നന്മ പ്രവർത്തിക്കാനുള്ള സന്ദർഭത്തിൽ മനുഷ്യൻ്റെ ശരീരം ബലഹീനമാവുകയും തിന്മ പ്രവർത്തിക്കുവാനായിട്ട് മനുഷ്യൻ്റെ ശരീരം ബലപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് മനുഷ്യ ശരീരത്തിനുള്ളത്, മനുഷ്യ ജഡത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുവാൻ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം മനുഷ്യന് സാധ്യമല്ല എന്നുള്ളതാണ്. എന്നാൽ ഈ മനുഷ്യന് സാധ്യമല്ലാത്ത, അനുസരിക്കാൻ സാധ്യമല്ലാത്ത ആ ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് നീതി പ്രാപിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നത് പാഴ്വേലയാണ് എന്നാണ് ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. അപ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്ന നിയമപുസ്തകം, അപ്പോൾ മോശ വഴി ദൈവം നൽകിയ നിയമപുസ്തകം അനുസരിക്കുവാനായിട്ട്, അതനുസരിച്ചുകൊണ്ട് നീതിമാനാകുവാനായിട്ട് ഒരു മനുഷ്യനും സാധ്യമല്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ ശാപത്തിന് കീഴിലാണെന്ന് ന്യായപ്രമാണത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ന്യായപ്രമാണം പ്രവർത്തിച്ച് നീതീകരിക്കപ്പെടുവാനായിട്ട് ആർക്കും സാധ്യമല്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തെ അനുസരിക്കുവാനായിട്ട് ഒരു മനുഷ്യനും സാധ്യമല്ല. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനപരമായ മൂലകം എന്ന് പറയുന്നത് 10 കൽപ്പനകളാണ്. 10 കൽപ്പനകളിൽ 10ാമത്തെ കൽപ്പന മോഹിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ മോഹിക്കരുത് എന്നുള്ള കൽപ്പന മനുഷ്യന് ആന്തരികമായിട്ട് അനുസരിച്ചോ അനുസരിച്ചില്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ന്യായപ്രമാണത്തിന് കഴിയുകയില്ല എന്നു മാത്രമല്ല, ന്യായപ്രമാണത്തെ പഠിപ്പിക്കുന്നവർക്കും അതിന് കഴിയുകയില്ല എന്നുള്ളതാണ്. ഇപ്പം മോഹം എന്ന് പറയുന്ന പാപം മനുഷ്യൻ്റെ ആന്തരികമായി പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. മറ്റേതൊരു പാവവും ശരീരത്തിന് പുറത്തും അല്ലെങ്കിൽ ഹൃദയത്തിന് വെളിയിലുമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ മോഹം എന്ന കാര്യം ഹൃദയത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ഒരാൾ മോഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയുവാൻ ന്യായപ്രമാണത്തിന് കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് മോഹം എന്ന കൽപ്പന അനുസരിച്ചോ അനുസരിച്ചില്ലയോ എന്നുള്ളത് ന്യായപ്രമാണത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ന്യായപ്രമാണം അനുസരിക്കുവാനും ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ന്യായപ്രമാണം ദൈവം തന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ്റെ ബലഹീനത എന്താണെന്നും അവൻ്റെ നിലവാരം എന്താണെന്നും അവൻ എത്രമാത്രം അധപ്പതിച്ചവനാണെന്നും അവനെ ബോധ്യമാക്കുക, അല്ലെങ്കിൽ അവൻ എത്രമാത്രം ശിക്ഷയ്ക്ക് അർഹനാണെന്നും അവൻ മരണത്തിന് അധീനനാണെന്നും അവനെ ബോധ്യമാക്കുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ന്യായപ്രമാണത്തിനുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുകയാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അപ്പോൾ ന്യായപ്രമാണം എന്തിനാണ് തന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണം അത് ചെയ്യുവാൻ, അത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് എന്താണെന്നറിയോ,
ആ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം നമ്മെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുന്ന ശിശുപാലകനായി ഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണം മോശ മുഖാന്തരം ദൈവം നൽകിയ ന്യായപ്രമാണം യേശുക്രിസ്തു വരുന്നത് വരെ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ ന്യായപ്രമാണം അനുസരിക്കുവാൻ ആർക്കും സാധിച്ചുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ന്യായപ്രമാണം അനുസരിച്ച് ഒരാൾക്ക് നീതീകരിക്കപ്പെടുവാൻ കഴിയുമായിരുന്നെങ്കിൽ യേശുക്രിസ്തു ലോകത്തിൽ വരേണ്ട കാര്യമില്ലായിരുന്നു, യേശുക്രിസ്തു ക്രൂശിതനാകേണ്ട കാര്യവുമില്ലായിരുന്നു, അത് മുഖാന്തരം ഒരു പുതിയ നിയമം സ്ഥാപിക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു. അപ്പോൾ പഴയ നിയമം എന്ന് പറയുന്ന അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്ന പ്രമാണം അനുസരിക്കുവാൻ മനുഷ്യന് സാധ്യമല്ലാത്തത് കൊണ്ടാണ് ദൈവം പുതുതായിട്ട് 2 കാര്യങ്ങൾ ചെയ്തത്. മനുഷ്യൻ്റെ ജഡത്തിന് ന്യായപ്രമാണം അനുസരിക്കുന്ന കാര്യത്തിൽ ബലഹീനതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം ആ ബലഹീന മനുഷ്യരുടെ ജഡത്തിൻ്റെ പ്രകൃതിയാൽ തന്നെ യേശുക്രിസ്തുവിനെ ആ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം മനുഷ്യൻ്റെ പാപജഡത്തിൻ്റെ ബലഹീനത കൊണ്ട് ന്യായപ്രമാണം അനുസരിക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് ദൈവം ചെയ്ത 2 കാര്യങ്ങളിൽ ഒന്ന്, ആ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ച് ന്യായപ്രമാണം നിവർത്തിച്ചു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും ന്യായപ്രമാണം നിവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല, സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവം ചെയ്ത ഒന്നാമത്തെ കാര്യം, ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണം അനുസരിക്കുവാൻ കഴിയാതിരുന്ന മനുഷ്യർക്ക് വേണ്ടി ആ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ആവശ്യമില്ലാത്തതാണ് എന്നും പറഞ്ഞ് തള്ളിക്കളയുകയല്ല യേശുക്രിസ്തു ചെയ്തത്. മറിച്ച് ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിവർത്തിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ് യേശുക്രിസ്തു ചെയ്തത്. അതാണ് ദൈവം ചെയ്ത ഒന്നാമത്തെ കാര്യം. അപ്പോൾ രണ്ടാമത് ദൈവം ചെയ്ത കാര്യമെന്ന് പറയുന്നത്, ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുക ഇല്ല എന്നുള്ളത് കൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കണമെന്നുള്ള ദൈവവ്യവസ്ഥ പ്രകാരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ വേണ്ടിയിട്ട് ന്യായപ്രമാണം ഈ യേശുക്രിസ്തുവിൽ ചെന്ന് അവസാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ന്യായപ്രമാണം യേശുക്രിസ്തുവിൽ അവസാനിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്ത ശുശ്രൂഷയും യേശുക്രിസ്തുവിൻ്റെ പരമമായ യാഗവും, അതായത് നമ്മുടെ പാപമോചനത്തിനു വേണ്ടി രക്തം ചൊരിയുന്ന ആ യാഗവും ന്യായപ്രമാണ നിവൃത്തിയായിരുന്നു എന്നുള്ളതാണ്. അപ്പം ന്യായപ്രമാണം നിവർത്തിച്ചുകൊണ്ട് യേശുക്രിസ്തു പാപത്തിൻ്റെ മോചനത്തിനായി യേശുക്രിസ്തു യാഗമാവുകയും യേശുക്രിസ്തു വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത് നമ്മളെ വീണ്ടെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ പൂർണ്ണമായി നിവർത്തിച്ചു എന്നുള്ളത് കൊണ്ടും നമുക്കിനി വേദപുസ്തകത്തിലെ പഴയ നിയമത്തെ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കിങ്ങനെ തോന്നാം, വേദപുസ്തകത്തിൻ്റെ പഴയ നിയമം നമുക്ക് ആചരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുമ്പോൾ പിന്നെ എന്തിനാണ് വേദപുസ്തകത്തിൽ പഴയ നിയമം, അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ പഴയ നിയമം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം. അത് തന്നെയല്ല, ധരിച്ചു വച്ചിരിക്കുന്നതിന് പ്രകാരം ഞാനീ പറയുന്ന കാര്യം പോലും ശരിയല്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്തേക്കാം. എന്നാൽ ഞാനീ പറയുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ന്യായപ്രമാണം എന്ന് പറയുന്നത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമാണ്. ആ പ്രമാണം യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്താൽ ജനം രക്ഷിക്കപ്പെടേണ്ടതിന് അല്ലെങ്കിൽ നീതീകരിക്കപ്പെടേണ്ടതിന് ആ പ്രമാണം മനുഷ്യനെ ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ആ പ്രമാണത്തോടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ ജനത്തിന് ആ പ്രമാണവുമായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം. അതാണ് പൗലോസ് ഗലാത്യർ 2:19 പറയുന്നത്, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്
ന്യായപ്രമാണപ്രകാരം ജീവിക്കേണ്ടതിന് എന്നല്ല അദ്ദേഹം പറയുന്നത്. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അപ്പം ന്യായപ്രമാണ സംബന്ധമായി പൗലോസ് അപ്പോസ്തലൻ മരിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരന്മാരെ, ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മളും മരിച്ചില്ലേ? അപ്പം നമ്മൾ മരിച്ചു എങ്കിൽ ആ മരിച്ചവർക്ക് പിന്നെ ന്യായപ്രമാണമായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ പഴയ നിയമവുമായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ ഒന്നാമത് ദൈവം ന്യായപ്രമാണം നിവർത്തിക്കുവാൻ കഴിയാത്ത മനുഷ്യനു വേണ്ടി, ദൈവം പഴയ നിയമം നിവർത്തിക്കേണ്ടതിനു വേണ്ടി ദൈവം പാപിയായ മനുഷ്യൻ്റെ പാപജഡത്തിൻ്റെ സാദൃശ്യപ്രകാരം തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ച് യേശുക്രിസ്തു ന്യായപ്രമാണം നിവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഈ പഴയ നിയമത്തെ അസാധുവാക്കിക്കൊണ്ട് ദൈവം പുതിയ ഒരു നിയമം സ്ഥാപിച്ചു എന്നുള്ളതാണ്. ആ പുതിയ നിയമം സ്ഥാപിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ എബ്രായ ലേഖനത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കാം. 8-ാം അധ്യായം 10-ാം വാക്യം. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാവുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പം ന്യായപ്രമാണത്തെ ദൈവം എന്ത് ചെയ്തു എന്നറിയോ? അത് മനുഷ്യർക്ക് അനുസരിക്കാൻ അസാധ്യമാണെന്ന് കാണുകയും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലയച്ച് ആ ന്യായപ്രമാണത്തെ നിവൃത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ദൈവം യേശുക്രിസ്തുവിനും വളരെ വർഷങ്ങൾക്ക് മുമ്പ് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞ് യെഹെസ്കേൽ പ്രവാചകൻ മുഖാന്തരമൊക്കെ പ്രവചിച്ച കാര്യമാണ്. ഒരു കാലം കഴിഞ്ഞതിന് ശേഷം ദൈവം തൻ്റെ ന്യായപ്രമാണം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എഴുതും. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എഴുതും. ആ ഹൃദയങ്ങളിൽ എഴുതുന്ന ന്യായപ്രമാണം അനുസരിച്ചാണ് മനുഷ്യർക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിന് റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ദൈവം ക്രിസ്തു യേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അങ്ങനെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മെ മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തി. ഇവിടെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ് നാം ഇന്ന് അനുസരിക്കേണ്ടത്. ന്യായപ്രമാണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പുറമേയുള്ളവർക്ക് വിധി കൽപ്പിക്കാൻ കഴിയുന്നതുമായ പ്രമാണമാണ് ന്യായപ്രമാണം. എന്നാൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് ദൈവം ഹൃദയത്തിൽ എഴുതിയതും ആ നിയമം അനുസരിക്കുവാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നുകൊണ്ട് ആ ആത്മാവിൻ്റെ പ്രമാണം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മുടെ ഉള്ളിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പഴയ നിയമത്തെ അസാധുവാക്കിക്കൊണ്ട് ദൈവം ഒരു പുതിയ നിയമം സ്ഥാപിക്കുകയും ആ പുതിയ നിയമം നമ്മുടെ ഹൃദയത്തിൽ എഴുതി അതനുസരിക്കുവാൻ ആത്മാവിനെ ഹൃദയത്തിൽ പകരുകയും ചെയ്തു. അതാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം അനുസരിച്ച് നടക്കേണ്ട ദൈവമക്കൾ ഇപ്പോഴും പഴയ നിയമത്തിൽ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആവർത്തിക്കുകയും പഴയ നിയമത്തെ പുതിയ നിയമത്തെക്കാൾ ഉപരിയായി ആധികാരികമായി പഠിക്കുകയും പഴയ നിയമത്തിലെ പ്രധാന പുസ്തകമായ സങ്കീർത്തന പുസ്തകം നിരന്തരം വായിച്ച് അതിൽ സന്തോഷിപ്പിച്ച വചനങ്ങൾ കണ്ടെത്തുകയോ ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തെ അവർ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗരസൗരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, സങ്കീർത്തന പുസ്തകങ്ങളെല്ലാം നിങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്താണെന്നറിയോ? അനേക സങ്കീർത്തനങ്ങളിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുന്നത് എങ്ങനെയാണ്: ദൈവമേ, എൻ്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യണമേ, നീ അവരെ ന്യായം വിധിക്കണമേ, നീ അവരെ ശിക്ഷിക്കണമേ, നീ അവരെ കാറ്റുപോലെ പാറ്റിക്കളയണമേ. അങ്ങനെ ആ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു പ്രതികാര ബുദ്ധിയുള്ള, ഒരു പ്രതികാര ചിന്തയുള്ള ആത്മാവ് അനേക സന്ദർഭങ്ങളിൽ സങ്കീർത്തനക്കാരനിലൂടെ കടന്നുപോയിട്ടുണ്ട്.
ആ സങ്കീർത്തനങ്ങൾ നിരന്തരം വായിക്കുന്ന വ്യക്തിയിലും ഇതുപോലെയുള്ള പ്രതികാര ചിന്തകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം 100% കറക്റ്റാണ്. നിരന്തരം സങ്കീർത്തനങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോട് വിദ്വേഷമോ പകയോ വെറുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സങ്കീർത്തനത്തിൻ്റെ ആ ആത്മാവിലാണ് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം സഭയ്ക്ക് എഴുതി തന്ന ലേഖനങ്ങൾ, അപ്പോസ്തലന്മാരിലൂടെ ദൈവം സഭയ്ക്ക് തന്ന ലേഖനങ്ങൾ നമ്മൾ ആവർത്തിച്ച് പഠിക്കുകയും അതിനെ മനസ്സിലാക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആത്മാവിൽ നിറയുകയും ആ ആത്മാവിനാൽ നമുക്ക് നടക്കുവാൻ അല്ലെങ്കിൽ ജീവിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊന്നും ജീവനുള്ളതല്ല. ആ വചനങ്ങളൊന്നും മനുഷ്യനെ ജീവിപ്പിക്കുന്നില്ല, മറിച്ച് മനുഷ്യനെ പാപിയാണെന്നും പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിന് നീ അർഹനാണെന്നും പറയുന്ന വചനങ്ങളാണ് ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങൾ. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ വചനം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പം നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനാണ് ഞാൻ വന്നതെന്ന് യേശുക്രിസ്തു പറഞ്ഞു. അപ്പം ന്യായപ്രമാണം മരണം കൊണ്ടുവന്നെങ്കിൽ, അല്ലെങ്കിൽ മരണത്തിൻ്റെ പ്രമാണമായിരുന്നെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ പ്രമാണം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, അത് ജീവിപ്പിക്കുന്ന പ്രമാണമാണ്. അപ്പോൾ ജീവിപ്പിക്കുന്ന പ്രമാണം നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ചിട്ടും നാം മരണത്തിൻ്റെ പ്രമാണമായ ന്യായപ്രമാണത്തെ വീണ്ടും പഠിക്കുകയും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആവർത്തിക്കുകയും അതിലെ പല കാര്യങ്ങളും നമ്മൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ജീവൻ്റെ ആത്മാവിനെ അനുസരിച്ചല്ല നമ്മൾ നടക്കുന്നത്, മറിച്ച് പാപബോധം വരുത്തുന്ന, നമ്മെ കൊള്ളരുതാത്തവനെന്ന് ചൂണ്ടിക്കാണിക്കുന്ന, നാം ശിക്ഷാവിധിക്ക് അർഹനാണെന്ന് കാണിക്കുന്ന ആ ന്യായപ്രമാണത്തിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങിപ്പോവുകയാണെങ്കിൽ നാം ക്രിസ്തുവിനെയോ ക്രിസ്തുവിൻ്റെ പ്രമാണത്തെയോ ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തെയോ നാം അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പൊന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, ഈ ലോകത്തിൽ വന്ന യേശുക്രിസ്തു മാത്രമേ ന്യായപ്രമാണം നിവർത്തിച്ചിട്ടുള്ളൂ. വേറെ ഒരു മനുഷ്യനും, ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ന്യായപ്രമാണം അനുസരിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ന്യായപ്രമാണം അനുസരിക്കുവാനുള്ള ശക്തി ഈ പാപിയായ മനുഷ്യൻ്റെ ജഡത്തിനില്ല എന്നുള്ളതാണ്. ആ ന്യായപ്രമാണം അനുസരിക്കുന്ന കാര്യത്തിൽ മനുഷ്യൻ്റെ ജഡം ബലഹീനമാണ് എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യർക്ക് ന്യായപ്രമാണം അനുസരിക്കാൻ സാധ്യമല്ലാത്തത്. അതുകൊണ്ടാണ് ഈ ബലഹീനമായ ജഡത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ഈ ബലഹീനമായ ജഡത്തിൻ്റെ സാദൃശ്യമുള്ള പുത്രൻ ആ മനുഷ്യർക്കാർക്കും അനുസരിക്കുവാൻ സാധ്യമല്ലാത്ത ന്യായപ്രമാണത്തെ അനുസരിച്ചു. അതാണ് ഒന്നാമത്തെ കാര്യം. ആ ന്യായപ്രമാണ സംബന്ധമായി മനുഷ്യരെല്ലാവരും മരിച്ചു. പിന്നെ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ, ക്രിസ്തുവിൽ ഉയർപ്പിച്ച മാനവജാതിക്ക് ദൈവം നൽകിയ ഒരു പുതിയ പ്രമാണമുണ്ട്, ഒരു പുതിയ നിയമമുണ്ട്. ആ നിയമമാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ഹിതം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എഴുതുകയും ആ ഹിതം നിറവേറ്റുവാനുമായി ദൈവത്തിൻ്റെ ആത്മാവിനെ ഹൃദയത്തിൽ പകരുകയും ചെയ്തു എന്നുള്ളതാണ് ആ നിയമം, അല്ലെങ്കിൽ ആ പ്രമാണം. അതിനെയാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പം ന്യായപ്രമാണം അഥവാ പഴയ നിയമം എന്ന് പറയുന്നത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമാണെങ്കിൽ, പുതിയ നിയമം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം എഴുതിയതും ആ നിയമം പ്രാബല്യത്തിൽ വരുത്തുവാൻ, നടപ്പാക്കുവാൻ, ആ നിയമം അനുസരിച്ച് നടക്കുവാൻ ആ ജീവൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകരുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നാം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയ സഹോദരന്മാരെ, ഞാൻ പറയട്ടെ,
എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ആർക്കും പഴയ നിയമം അനുസരിക്കാനായിട്ട് സാധ്യമല്ല. കാരണം ഇപ്പം ഞാനിങ്ങനെ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ പഴയ നിയമം അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കും അറിയാൻ പറ്റത്തില്ല, നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മറ്റാർക്കും അറിയാനും പറ്റത്തില്ല. കാരണം ഈ മോഹം എന്ന ഒരു കൽപ്പന തന്നെ നമുക്കെടുക്കാം. ഈ മോഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഹൃദയത്തിൽ മോഹിക്കുന്നുണ്ടോ ഏതെങ്കിലും വസ്തുക്കളെയോ സമ്പത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങളെയോ ഒക്കെ ഞാൻ മോഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വസിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്ക് പോലും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പഴയ നിയമം അഥവാ ന്യായപ്രമാണം അനുസരിക്കുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും സാധ്യമല്ല. അതനുസരിച്ചവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ മുഖാന്തരം നമ്മൾ ന്യായപ്രമാണം സംബന്ധമായിട്ടും മരിച്ചു. ക്രിസ്തുയേശു മുഖാന്തരം നമ്മൾ ന്യായപ്രമാണ സംബന്ധമായിട്ടും മരിച്ചു. അതുകൊണ്ട് ഇനി ന്യായപ്രമാണമായ പഴയ നിയമം നമ്മെ സംബന്ധിച്ച് യാതൊരു വിധത്തിലും അനുസരിക്കേണ്ടതില്ല. ഇനി നാം അനുസരിക്കേണ്ടത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ്. അത് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ഹൃദയത്തിൽ മാംസപ്പലകമേൽ എഴുതി, ആ ഹൃദയത്തിൽ എഴുതിയ ആ പ്രമാണം അനുസരിക്കുവാൻ ദൈവം തന്നെ തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ പകർന്ന് ആ ആത്മാവിൽ നമ്മൾ ജീവൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ന്യായപ്രമാണം എന്ന് പറയുന്നത് മനുഷ്യൻ പാപിയാണെന്ന് ബോധം വരുത്തുന്നതും പാപത്തിന് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ് അവനെ ഭയപ്പെടുത്തുന്നതും മനുഷ്യൻ്റെ പുറമേ നിന്നുകൊണ്ട് മനുഷ്യനെ വിധിക്കുന്നതും അവനെ മരണത്തിലേക്ക് നയിക്കുന്നതുമാണ് ന്യായപ്രമാണം. എന്നാൽ പുതിയ നിയമം അഥവാ ജീവൻ്റെ പ്രമാണം എന്ന് പറയുന്നത് അതിക്രമം കൊണ്ടും പാപം കൊണ്ടും മരിച്ച നമ്മെ ദൈവം ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കുകയും ആ ക്രിസ്തുവിൽ നമുക്ക് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമായ പുതിയ നിയമം നൽകുകയും ആ പുതിയ നിയമം നമ്മുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തുകൊണ്ട് ആ നിയമം അനുസരിക്കുവാനായി ദൈവം തൻ്റെ ആത്മാവിനെ, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ, ജീവൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ പകർന്ന് നമ്മെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. എന്നാൽ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുകയും ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയിൽ ജീവിക്കുകയും ചെയ്യരുത് എന്ന് വേദപുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.